നമ്മളങ്ങനെ പൂപ്പൂട്ടിനെ വരയ്ക്കുന്നതിൻ്റെ ഡേ 3 ആൻഡ് ഡേ 4 വീഡിയോസാണിത്. ആദ്യം നമുക്ക് ബേസ് കളർ കൊടുത്തു തുടങ്ങാം. പുള്ളിക്കാരീൻ്റെ കളറ് കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആണ്. അതങ്ങോട്ട് വൃത്തിക്ക് കിട്ടാനുള്ള എൻ്റെ ശ്രമവും കഷ്ടപ്പാടുമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എൻ്റെ ഭാര്യ സഹായിച്ച് തല തിരിച്ച് കുറച്ച് ഷാഡോസൊക്കെ വരുന്ന ഒരു പിക്ക് തന്നതുകൊണ്ട് ഇതിൻ്റെ പെയിൻറ്റിങ് കുറച്ച് കഷ്ടപ്പാടും ടൈമും എടുക്കുമെന്ന് എനിക്കിപ്പോഴത്തേക്ക് മനസ്സിലായി. ഇപ്പം എന്തായാലും പറ്റുന്ന പോലെ ഒരു ബേസ് കളർ കൊടുക്കാം, ബാക്കി ഫറൊക്കെ വരുമ്പോൾ പിടിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ. ആൻഡ് ഗൈസ്, ഇങ്ങനെയൊക്കെ വരച്ച് വീഡിയോ ഇട്ട് നടക്കുവാണെങ്കിലും ഞാൻ ആളൊരു കോർപ്പറേറ്റ് അടിമയാണ്. അവിടെ പോയി നല്ല പട്ടിയെ പോലെ പണിയെടുക്കാറുണ്ട്. പണ്ട് ഈ പട്ടിപ്പണി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു, എല്ലാവരും നല്ല കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതായിരിക്കുന്നത്. അങ്ങനെയൊക്കെ വിചാരിച്ച് ലോകത്ത് ആർക്കും ഇല്ലാത്ത 2 ഡിഗ്രികളായ ബിടെക്കും അതിന് ശേഷം ഒരു MBA എടുത്ത് ഞാനും ഗോതയിലേക്ക് ഇറങ്ങി. അപ്പോൾ മനസ്സിലായി ശരിക്കും പട്ടിപ്പണി തന്നെയാണെന്ന്. എൻ്റെ പട്ടി രാവിലെ എണീറ്റ് കുരയാൻ തുടങ്ങും, അവളെ തുറന്നുവിടാൻ. ഞാൻ അതേപോലെ രാവിലെ എണീറ്റ് എൻ്റെ ഓഫീസിൽ കയറും. എൻ്റെ പട്ടീനെ തുറന്നു വിട്ടാൽ പുള്ളിക്കാരി ഏരിയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ഒരു ഹായ് പറച്ചിലൊക്കെ ഉണ്ട്. അതേപോലെ ഞാൻ ഓഫീസിലെത്തിയ എൻ്റെ കൊളീഗ്സുമായിട്ട് ഹായൊക്കെ പറഞ്ഞ് അവിടെ പോയൊരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഒരു കൺട്രോളും ഇല്ലാത്ത ലോകകാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. ഇതൊക്കെ കഴിയുമ്പോൾ പട്ടിക്ക് ചോറ് കിട്ടും. അത് തിന്നിട്ട് ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ അതിന് മൂടുണ്ടെങ്കിൽ അത് കുരയ്ക്കും. വരുന്നത് എന്നെ പോലെ ഉളുപ്പില്ലാത്തവരാണെങ്കിൽ ഇവനോട് കുരച്ചിട്ട് ഒരു കാര്യമില്ല, തിരിച്ച് കൊഞ്ഞണം കുത്തും എന്ന് പറഞ്ഞ് മിണ്ടാതെ ഇരിക്കും. അതേസമയം ഇപ്പുറത്ത് കാപ്പി കൂടി കഴിഞ്ഞാൽ മെയിലുകൾ വായിക്കാൻ തുടങ്ങും. ചില മെയിലിന് റിപ്ലൈ കൊടുക്കും, ചിലതിന് ഇത് റിപ്ലൈ കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്ന് വിചാരിച്ച് അത് ഇഗ്നോർ ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് പട്ടി ഒരു ഉറക്കമൊക്കെ ഉറങ്ങി ഉച്ചയ്ക്ക് ചോറ് കിട്ടും. അതേപോലെ ഞങ്ങൾ കൊളീഗ്സ് എല്ലാം കൂടെ ഫുഡ് തിന്നാൻ പോകും. അതിൻ്റെ ഇടയ്ക്ക് ട്രംപിൻ്റെ ഭരണം അങ്ങ് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് ബുദ്ധിജീവി കളിക്കും. പിന്നെ കുറച്ച് വട്ടമേശ സമ്മേളനങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്കെത്തി ഞാനൊരു ചായ കുടിക്കും. എൻ്റെ പട്ടി അപ്പുറത്ത് നിന്ന് കുറച്ച് പെടീരി തിന്നും. ഇത്രയും സാമ്യങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ടെങ്കിലും എൻ്റെ പട്ടി എന്നെപ്പോലെ കുറച്ച് മാറി നിന്ന് മാനേജർ അഥവാ ഓണറിനെ കുറിച്ച് കൊഞ്ഞണം കുത്തി കാണിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.